നമ്മൾ ഈ നമ്മൾ 625 കൂടുതൽ പോസ്റ്റ്മോർട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ കോൺഫ്ലിക്റ്റ് ആനിമൽ മിക്കതും 45-നപ്പുറത്തേക്ക് ഇയാൾ പോയിട്ടില്ല. നമ്മളതിനാണ് ഈ വെട്രോ ലീഗൽ എന്ന് പറയുന്ന സംഭവം. അതെന്ന് പറഞ്ഞാൽ മിക്കതും അത് വരിക നാട്ടിൻപുറത്തായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. അത് ഇലക്ട്രിക് ലൈൻ ആയിരിക്കാം, പോയിസണിങ് ആയിരിക്കാം, മനസ്സിലായി, നമുക്ക് നാട്ടിൻപുറത്തുണ്ടാവും. അതേപോലെ കത്തിയമ്പൊക്കെ ഇത് ഒരുപാട് പെയിൻഫുൾ, അത് ഉള്ളോട്ട് പോയിട്ടാണ് ഡെത്ത് ആവുക. അപ്പം പല ഇൻട്രസ്റ്റിംഗ് കേസുകളുണ്ട്. ഒരു ആനയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് അപ്പം നമ്മൾ വിചാരിച്ചു നമുക്കതിനെ കാട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പം സാധാരണ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ അസുഖം എന്ന് പറഞ്ഞാൽ അത് അത്രയും തീവ്രമായിട്ടുള്ള ട്രാൻസ്മിസിബിൾ ആയിട്ടുള്ള ഡിസീസ് ഇല്ലെങ്കിൽ നമ്മളതിനെ വിടുക ചെയ്യുക. കാർക്കസ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ആ ബോഡി അവിടെ തന്നെ ഇടും. ഓക്കെ, കാരണം ഒരുപാട് ജീവികൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു മീറ്റ് നില സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞ നിലയ്ക്ക് നമ്മൾ ഒരു ആനയെ ഞങ്ങൾ ചെയ്തു നോക്കിയത്, ഒരു ആന ഡെഡായ സമയത്ത് നമ്മളത് ചെയ്തപ്പം അത് ഇൻഫൈറ്റിൽ ഡെത്തായി, അടികൂടിയും ചത്താണ്. അപ്പോൾ ഞങ്ങൾ ആർക്ക് അവിടെ വെച്ചു, ഞങ്ങൾ എന്ത് ചെയ്തു, 4 ക്യാമറ ചുറ്റും വെച്ചു. ആരെല്ലാം വരുന്നുണ്ട് 20-25 സ്പീഷീസാണ് ഇതിൻ്റെ മുകളിൽ മാത്രം. അതായത് ഇതിൻ്റെ മാംസം തിന്നാൻ വരുന്ന കടുവ മുതൽ, ഓക്കെ, ദെൻ വൈൽഡ് ഡോഗ് മുതൽ, ദെൻ ഇതിൽ വരുന്ന പുഴുവിനെ തിന്നാൻ വരുന്ന ബ്രൗൺ ഫിഷ് ഹോൾ മുതൽ, ഓക്കെ, ഇതിൻ്റെ എല്ല് തിന്നാൻ വരുന്ന മാൻ മുതൽ. ഇതിൻ്റെ മാൻ എല്ല് കരണ്ട് തിന്നും. ഓക്കെ, പോർക്കിപ്പൻ, അതായത് മുള്ളമ്പന്നി ഈ എല്ല് കരണ്ട് തിന്നും. കാൽസ്യം വേണമല്ലോ മാന് കൊമ്പൊക്കെ. ഒരൊറ്റ സ്പീഷീസാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയൊരു എക്കോസിസ്റ്റം അത്. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു ഒരു 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 കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല, ഇൻഫെക്ഷസ് ഡിസീസ് അല്ല. ഫോർ എക്സാമ്പിൾ ഹെർപ്പീസ് വൈറസ് ആണ് നമ്മൾ ആ കാർക്കസ് കത്തിച്ചത്. ഓക്കെ, TB, ഒരുപാട് കേസ് TB കിട്ടുന്നുണ്ട്, ട്യൂബർക്കുലോസിസ്, ആ കേസാണ് നമ്മൾ കാർക്കസ് കത്തിച്ചത്. കാരണം ഇതിന്ന് മറ്റിലേക്ക് രോഗം പടരാം. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് അപ്പോൾ നമ്മൾ വെച്ചത് വിടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ സ്റ്റൊമക്ക് കട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് അതിനകത്തൊരു ഫ്യൂരിഡാൻ്റെ പാക്കറ്റ്. ഓക്കെ, ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇയാൾ പച്ചക്കറിയും കണ്ട് അവിടെ ഇത് കോൺട്രിക് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ഈ പാക്കറ്റ് കഴിച്ചു. ഈ പാക്കറ്റ് വയറ്റിൽ കിടന്നു. അതൊരു സമയത്ത് പൊട്ടിയപ്പോഴാണ് വിഷം കയറിയത്. അപ്പോൾ പിന്നെ ഈ കാർക്കസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വിട്ട് കഴിഞ്ഞാൽ കടുവ തിന്നു കഴിഞ്ഞാൽ കടുവ ചത്തു പോകും. അങ്ങനെയാണ് നമ്മൾ ആ സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇതിൽ കടുവയൊക്കെ ആണെങ്കിൽ അതിനുശേഷം നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്, ഞാൻ പറഞ്ഞാൽ ഇതേപോലെ കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയുടെ പ്രസൻസിൽ വെച്ചിട്ടാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുക. ഓക്കെ, അതായത് ഈ പഞ്ചായത്ത് മെമ്പർ, നമ്മൾ ലാസ്റ്റ് ഉണ്ടായ ലേഡിയെ പിടിച്ച്, രാധയെ പിടിച്ച്, അതിൻ്റെ വയറ്റിലാണ് നമ്മൾ കമ്മൽ എടുക്കുന്നവരെ, കമ്മൽ കിട്ടുന്ന, അതിൻ്റെ സ്റ്റൊമക്കിൽ നിന്നാണ് നമുക്ക് കമ്മൽ കിട്ടുന്നത്. അപ്പോൾ അതൊരു വിറ്റ്നസ് ചെയ്തു, വളരെ കൃത്യമായിട്ട് അവർ വിറ്റ്നസ് ചെയ്തു. അപ്പം വളരെ ട്രാജിക്കായിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇത് ഈ പ്രൊസീജിയർ എല്ലാ മൃഗങ്ങളുടെ ഇല്ല, എസ്പെഷ്യലി ഷെഡ്യൂൾ 1 ആന, കടുവ, പുലി എന്നുള്ളതിന് ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ആ ചീഫ് എലവറിനാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർ കമ്മിറ്റി ബോധ്യപ്പെട്ടിട്ട് അവർ സൈൻ ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ മാത്രമല്ല എനിക്ക് സൈൻ ചെയ്ത് വിടാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ മുകളിൽ ഒരു പ്രോസിക്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ മാത്രമാണ് പോകേണ്ടത്. ഇപ്പം കേസ് വരികയാണെങ്കിൽ ഞാൻ ഉത്തരവാദി നമ്മളാണ് വിറ്റ്നസ് ചെയ്യേണ്ടത് പ്രോസസ്സ്. അപ്പോൾ ഈ ആദ്യം സൈഡ് മാസ്റ്റർ ഉണ്ടാക്കിയിട്ട് അതിനുശേഷം ഒരു തീരുമാനത്തിലെത്തും എന്ത് ചെയ്യണം. കാർക്കസ് അങ്ങോട്ട് മാറ്റാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് മാറ്റാം. കാരണം നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ലൈറ്റ് ഉണ്ടാവും, ഫോട്ടോഗ്രാഫി എളുപ്പമാണ്, നമുക്ക് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാം, എക്സ്റേ എടുക്കാം, മനസ്സിലായി, എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്ക് അവൈലബിൾ. ഇല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ സൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഇതേപോലെ ഒരു വെൽ എക്സ്പീരിയൻസ് ടീമാണ് ഞങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പം എൻ്റെ കൂടെ ഉള്ളത് വിഷ്ണു, ജിഷ്ണു എന്ന് പറയുന്ന ഇവരൊക്കെ വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റുകൾ, MSc ഇപ്പം PhD ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, വളരെ നല്ല ഇതിൽ വൈൽഡ് ലൈഫ് ബയോളജി തന്നെ PhD ചെയ്യുന്ന കുട്ടികൾ. അപ്പം അല്ലാതെ ഉള്ള സ്റ്റാഫുണ്ട്. അപ്പോൾ ഇവരാണ് ബേസിക്കലി നമ്മളാണ്, ആ ടീമാണ് നമ്മൾ ചെയ്യുക. കാലാകാലങ്ങളായിട്ട് നമ്മൾ ഇതൊരു പ്രോട്ടോകോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എലഫൻസിലൊക്കെ എങ്ങനെ ചെയ്യുന്നത് പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് വെട്ടിപ്പൊളിച്ച് അതിനകത്ത് ഇറങ്ങി നിന്ന്, ഇതൊന്നും അല്ല, വളരെ നീറ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇന്റർനാഷണലി തന്നെ പലരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് സേവ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ അപ്പം നമുക്ക് എന്താ വേണ്ടത്, ഇപ്പം പണ്ടത്തെ കേസ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ വാളൊക്കെ ആയിട്ട് ആൾക്കാർ വെട്ടിക്കീറി അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നിന്ന്, ഇത് അങ്ങനത്തെ ഒരു സംഭവമില്ല. നമ്മൾ ക്ലീനായിട്ട് തന്നെ പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടത് ലീഷൻസാണ്. അതായത് ലീഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖം കൊണ്ടാണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്, ലിവറിന് എന്തൊക്കെ, ഹാർട്ടിൽ എന്തെങ്കിലും, ഹെർപ്പീസ് ഒക്കെ ഹാർട്ടിലാണ്, ബ്ലഡ് വെസൽസിലാണ്, അതിൻ്റെ നമ്മൾ ലീഷൻസ് പറയും. ഈ ലീഷൻസ് വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം, വളരെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടീം വളരെ കേപ്പബിൾ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 625ഓളം പോസ്റ്റ്മോർട്ടം നമ്മൾ ആനയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത് ചിലത് വളരെ പ്യൂട്രിഫൈഡ് ആയിരിക്കും, ചിലത് എല്ലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില കേസ് പഴക്കം ചെന്നാൽ, ചിലത് വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കേസുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഡിഡക്ഷൻസ് ആണ് ചെയ്യുക. ഓക്കെ, നമ്മളൊരു സാധനം കണ്ടു, അത് ഡെഡ്യൂസ് ചെയ്യുന്നു.
ഓക്കെ, അത് നമ്മൾ ആ ഡെഡ്യൂസ് നമ്മൾ ഫൈനൽ ഇതിനകത്തേക്ക് എത്തിച്ചു. അതിനെ വെച്ച് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ആ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു.